റളിയല്ലാഹു അൻഹുവിന്റെയും അഭിപ്രായ പ്രകാരം യുഅദ്ദു ഫിൽ ഖുറാസാനിയീൻ, അദ്ദേഹം ഖുറാസാൻകാരനാണ്, ബൽഖ്കാരനാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഭൂരിപക്ഷ അഭിപ്രായം മഹാനായ ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഖുറാസാൻകാരനാണ്, ബൽഖ്കാരനാണ് എന്നാണ്. ബൽഖ് എന്ന പ്രദേശം ഖുറാസാനിലെ വളരെ ഏറെ അറിയപ്പെട്ട മശ്ഹൂറായ ഒരു പ്രദേശമാണ്. ഒമിൻ അജല്ലി മുദ്നിക, ഖുറാസാനിലെ അറിയപ്പെട്ട വലിയ പട്ടണങ്ങളിൽപ്പെട്ട ഒരു പട്ടണമാണ് ബൽഖ് എന്ന് പറയുന്നത്. അത് പിന്നീട് സൽജൂക്കി ഭരണത്തിന് കീഴിൽ വന്നതിന് ശേഷമാണ്, അഥവാ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം പിന്നീട് സൽജൂക്കി ഭരണാധികാരികൾ ഭരണം കൈയാടിയതോടുകൂടിയാണ് ഖുറാസാനും ബൽഖും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പറയപ്പെട്ട പ്രദേശങ്ങളായി മാറുന്നത്. മഹാനായ ഇമാം ഹാഫിള് അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ജയ്യാശുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു, ഖുറാസാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്, മശ്ഹൂറായ ഒരു പട്ടണമാണ് ബൽഖ് എന്ന് പറയുന്നത്. ഈ ബൽഖ് പ്രദേശത്തിലാണ് മഹാനായ ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ ആമിർ ഇബ്നു കരീസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു കരീസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ വലിയൊരു സൈന്യമാണ് പിന്നീട് ബൽഖ് കീഴടക്കിയതും ഇസ്ലാമിക ചൈതന്യം അവിടെ പിന്നീട് പ്രഭ പരത്തി നിലനിർത്തിയതും. ഈ പ്രദേശത്താണ് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി വളരെ വേരോട്ടമുള്ള പരിശുദ്ധമായ ദീനിന്റെ പ്രഭ വളരെ മനോഹരമായി നിന്നിരുന്ന പ്രദേശമായിരുന്നു ബൽഖ്. ഈ ബൽഖിലാണ് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. ഇമാം ദഹബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു, ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഫി ഹുദൂദിൽ മിഅ, ഹിജ്റ വർഷം ഏകദേശം ഹിജ്റ 100-ലാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചിരുന്നത്. കാന വാലിദുഹു മിൻ അഗ്നിയാഇ ഖുറാസാൻ, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വലിയ ധനികനായിരുന്നു. ഖുറാസാനിലെ വലിയ ധനാഢ്യനും അവിടുത്തെ ഭരണാധികാരിയുമായിരുന്നു. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചത് മക്കത്താണ്. മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു, വലിദ ഇബ്രാഹിം ബിമക്കത്ത ഹീനമാ ഖറജ അബൂഹു വ ഉമ്മുഹു ഇലൽ ഹജ്ജ്, ഹിജ്റ 100-ാം വർഷം അദ്ദേഹത്തിന്റെ ഉമ്മയും ബാപ്പയും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പുറപ്പെട്ടു. ആ ഹജ്ജിന് പുറപ്പെട്ട ആ സമയത്താണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച ഈ കുഞ്ഞുമായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമ്മ ഫജഅലത് ഉമ്മുഹു തതൂഫു ബിഹി അലൽ ഖൽബ്, മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അദ്ഉ ലി ഇബ്നി, ഞാൻ എന്റെ മകന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ് അല്ലാഹുവിനോട്. അയ്യജ്അലഹു അല്ലാഹു തആല അബ്ദൻ സാലിഹ, എനിക്ക് ഈ ജനിച്ച കുഞ്ഞിനെ പടച്ച തമ്പുരാനെ ഒരു സാലിഹായ സന്താനമാക്കി നീ വളർത്തിത്തരണേ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ദുആ ചെയ്തു. സത്യത്തിൽ സ്വന്തം ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചതും അദ്ദേഹം ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന വെള്ളി നക്ഷത്രമായി ഉയരാൻ കഴിഞ്ഞതുമൊക്കെ. അങ്ങനെ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു വളരെ പ്രൗഢഗംഭീരമായ ജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. വളരെ പ്രൗഢഗംഭീരമായ ജീവിതം, ചുറ്റും സുഖലോലുപതയും ആവശ്യങ്ങൾക്കപ്പുറവുമുള്ള വല്ലാത്ത സുഖഭോഗാദി കാര്യങ്ങളുടെ നടുവിലാണ് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത് തന്നെ. ഫആശ ഹയാത തർഫി വൻ നഈം, വളരെ നല്ല രീതിയിലുള്ള ജീവിതം,
വളരെ ഉന്നതമായ അത്യുദാത്തമായ ആഡംബരങ്ങളോട് കൂടിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അവിടെ കിട്ടുന്ന ഏറ്റവും മികച്ച ഭക്ഷണമായിരുന്നു മഹാനവറുകൾ ഭക്ഷിച്ചിരുന്നത്. ഏറ്റവും മുന്തിയ വാഹനത്തിലായിരുന്നു മഹാനവറുകൾ സഞ്ചരിച്ചിരുന്നത്. ഏറ്റവും മുന്തിയ വില കൂടിയ പ്രൗഢിയുള്ള ആഢ്യത്വത്തിന്റെ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. പിന്നീട് മാറ്റങ്ങളായിരുന്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കാത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഖറജ ഇബ്രാഹിം ഇബ്നു അദ്ഹം റാകിബൻ ഫർസ, അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു പതിവുണ്ടായിരുന്നു. എന്താണത്? സ്വന്തം വേട്ടനായോടൊപ്പം പോയി അദ്ദേഹം വേട്ട നടത്തുക എന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായിരുന്നു. അദ്ദേഹം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ഇരയെങ്കിലും കിട്ടിയെങ്കിൽ വേട്ടയാടാൻ എന്നാഗ്രഹിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുകയാണ്. വകാന ഇബ്രാഹിം യുഹിബ്ബു സയ്ദ് വബൈനമാ ഹുവ കദാലിക ഇദ് സമിഅ നിദാഅൻ മിൻ ഖൽഫി. ഇങ്ങനെ വേട്ടയാടി വേട്ടയിൽ മുഴുകിക്കൊണ്ടിരിക്കെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം ശരീരി പിന്നിൽ നിന്ന് കേട്ടു. യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ലൈസ ലിദാ ഖുലിഖ്ത, ഇതിനു വേണ്ടിയല്ല നിന്നെ പടച്ചിട്ടുള്ളത്. വേട്ടയാടുമ്പോ, വേട്ടയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്ന് അശരീരി വരികയാണ്. ഇബ്രാഹിം, നിങ്ങളോട് ഇതിനു വേണ്ടിയല്ല കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഇതിനു വേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൽപ്പന വരികയാണ്. അങ്ങനെ മഹാനവർകൾ അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാൻ തുടങ്ങി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വീണ്ടും അദ്ദേഹം കുതിരപ്പുറത്ത് കയറി. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് അശരീരി ഉണ്ടാകാൻ തുടങ്ങി. ഈ അശരീരിയുടെ അവസാനം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ബലായ റബ്ബ്, അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ആ അശരീരി, ആ കൽപ്പന അപ്രകാരം അങ്ങോട്ട് ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ജീവിതം മാറിമറിഞ്ഞു. അതുവരെയുണ്ടായിരുന്ന സകല സുഖാഡംബരങ്ങളും മഹാനവറുകൾ ഉപേക്ഷിച്ചു. ജീവിതത്തിൽ അതുവരെ കൊണ്ടു നടന്ന സകല ആഢ്യത്വങ്ങളും അദ്ദേഹം ഒഴിവാക്കി. അദ്ദേഹം ജീവിച്ചു പോന്നിരുന്ന സുഖലോലുപത ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു. വറജഅ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇലാ അഹ്ലിഹി, അങ്ങനെ വീട്ടുകാരിലേക്ക് മടങ്ങിപ്പോയി. ഫതറക ഹയാത തറഫി വന്നഈം, ഇത്ര സുഖലോലുപതയിൽ, സുഖാഡംബരത്തിൽ, ആഢ്യത്വത്തിൽ ജീവിച്ചിരുന്ന ഈ ജീവിതം അത് വെറും ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ഒഴിവാക്കി അറിവ് നേടാൻ വേണ്ടി മഹാനവറുകൾ യാത്ര തിരിച്ചു. വലിയ ഐഷ ഹയാത സുഹ്ദി വൽ വറഇ വത്തഖറുബി ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിങ്കലേക്ക് അടുക്കാൻ വേണ്ടി, അല്ലാഹുവിങ്കലേക്ക് ഇഷ്ടപൂർവ്വം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, സുഹ്ദ് ചെയ്യാൻ വേണ്ടി വറഅോടുകൂടി അദ്ദേഹം യാത്ര തിരിച്ചു. സ്വന്തം നാടും വീടും വിട്ടു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ യൂനുസ് ഇബ്നു സുലൈമാൻ അൽ ബൽഖിക്കാരനായ മഹാനായ യൂനുസ് ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇബ്രാഹിം ഇബ്നു അദ്ഹം മിനൽ അഷ്റാഫ്, നാട്ടിലെ ഏറ്റവും പൗരപ്രമാണിയായ വളരെ ശ്രേഷ്ഠവാനായ മനുഷ്യനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. വകാന അബൂഹു കസീറൽ മാലി വൽ ഖദം, അദ്ദേഹത്തിന്റെ ബാപ്പാക്ക് ഇഷ്ടം പോലെ സമ്പത്തും സമ്പാദ്യവും, വൽ ഖദം, പരിചാരകരുമുണ്ടായിരുന്നു, വൽ മറാക്കിബ്, വാഹനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വസ്തുക്കൾ, ജംഗമ വസ്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം യാത്ര തിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് മഹാനായ യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹത്തിന് ആ ശരീരി കേട്ടതോടുകൂടി മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും കാണാം, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, ആസ്മരികമായ ഖുർആനിന്റെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് വന്നലക്കലോടുകൂടി
അദ്ദേഹത്തിന് മാറ്റമുണ്ടാവുകയായിരുന്നു. മാറ്റങ്ങളുടെ ലോകത്തേക്ക് പിന്നീട് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ മുഅ്മിനൂന്റെ 115-ാമത്തെ വചനം. ഞാനും നിങ്ങളുമൊക്കെ, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട, ഒന്നിരുന്ന് തല പുകഞ്ഞാലോചിച്ച് മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയിറങ്ങി ചെന്നുകൊണ്ട് ആലോചിക്കേണ്ട ഒരായത്ത്. ആ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മാറ്റമുണ്ടായതെന്ന് മഹാനായ യൂനുസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അഫഹസിബ്തും, നിങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസൻ, നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകുമല്ലേ എന്നിലേക്ക് ഒരു ദിവസം നിങ്ങൾ മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്ന ആയത്ത് പിറകിൽ നിന്ന് അശരീരിയായി കേൾക്കേണ്ട താമസം. അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു. ഇത്തഖില്ലാഹ അലൈക ബിസ്സാദി ലിയൗമൽ ഫാഖ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായി കാണാം. അതുകൊണ്ട് ഇബ്രാഹിം, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ. അലൈക ബിസ്സാദ്, നീ പാതയം ഒരുക്കണം. ലിയൗമൽ ഫാഖ, നാളെ മരിച്ചു പോയി കഴിഞ്ഞ് ഉയർത്തുനാളിന്റെ ദിവസം വരുമ്പോ, ഖിയാമത്തിന്റെ ദിവസം വരുമ്പോ നീ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിതനായി വരേണ്ടി വരും. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവരപ്പെടും. അതുകൊണ്ട് നീ പാതേയം, തഖ്വയെ പാതേയമാക്കി ഒരുങ്ങിക്കളയണമെന്ന് അശരീരിയുണ്ടായതായ മഹാനായ യൂനുസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ ഇമാം റിസാലത്തുൽ ഖുശൈരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഒറ്റ പോക്കാണ്, എല്ലാം വിട്ടെറിഞ്ഞ് ഒരു പോക്കാണ്. അതോടുകൂടി ചിന്തകൾക്ക് മാറ്റമുണ്ടാവുകയാണ്. പുതിയൊരു ലോകത്തേക്ക് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി എന്ത് ചെയ്തു? വസാദ ഫറാഇയൻ ലി അബീഹി, വാപ്പ കൊടുത്തിരുന്ന വസ്ത്രങ്ങളൊക്കെ, വാപ്പയുടെ ഒരു റായിയെ, ആട്ടിടയനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതിനിടക്ക് കയ്യിലുണ്ടായിരുന്ന വാപ്പയെ ഏൽപ്പിച്ച മുഴുവൻ സാധനങ്ങളും വഅഅതാഹു ഫറസഹു വമാ മഅഹു, കയ്യിലുണ്ടായിരുന്ന സകലമാന വസ്തുക്കളുമൊക്കെ തിരിച്ചു കൊടുത്തേൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം യാത്രയായി എന്ന് മഹാനായ ഇമാം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു റിസാലത്തുൽ ഖുശൈരിയിൽ അടക്കം രേഖപ്പെടുത്തി വെക്കുന്നു. വലിയൊരു മാറ്റമായിരുന്നു പിന്നീട് മഹാനവറുകളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അല്ലേ? ഒരു ചോദ്യമാണ്, യാ ഇബ്രാഹിം മാലിദാ ഖുലിഖത വലാ ബിദാ ഉമിർത്, നമ്മൾ നിന്നോട് ഇതിനു വേണ്ടി ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ല. വേട്ടയാടി നടന്ന് സമയം ചെലവഴിക്കണം എന്ന് നമ്മൾ നിന്നോട് കൽപ്പിച്ചിട്ടില്ല. നിന്നോട് കൽപ്പിക്കപ്പെട്ടത് വേറെയാണ്. അതുകൊണ്ട് എന്റെ മാർഗത്തിലേക്ക് നീ കടന്നു വരണമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വരികയായിരുന്നു. അങ്ങനെ അദ്ദേഹം കാതങ്ങളോളം സഞ്ചരിച്ചു. അള്ളാഹുവിനെ തേടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര പല മഹാന്മാരായ ആളുകളിലേക്കും എത്തിച്ചേർന്നു. ഈ ഒരു യാത്രയോടുകൂടി മഹാനവറുകളുടെ ജീവിതം ആകപ്പാടെ മാറിമറിഞ്ഞിരുന്നു. ദുന്യാവെന്ന ചിന്ത ഒരിക്കൽ പോലും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. ദുന്യാവിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരിക്കൽ പോലും വൈതരണികൾ സൃഷ്ടിച്ചില്ല. മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഹലാലായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിന്റെ മുഖമൂലകളിൽ പോയി. അഖ്ബൽതു ഇലൽ ഇറാഖ്, ഞാൻ ഇറാഖിൽ പോയി. ഫഅമിൽതു ബിഹാ അയ്യാമൻ, ഒരുപാട് ദിവസം ഞാൻ അവിടെ താമസിച്ച് ജോലി ചെയ്തു. പക്ഷേ ഹലാലായ സമ്പാദ്യം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഫസഅൽതു ബഅദൽ മശായിഖ്, കുറച്ച് മശായിഖന്മാരോട് ഞാൻ പോയി ചോദിച്ചു, അനിൽ ഹലാലി, ഹലാലായ സമ്പാദ്യം എനിക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ, ഇദാ അറത്തൽ ഹലാല ഫഅലൈക ബിബിലാദി ശാം, അതുകൊണ്ട് നിങ്ങൾ ഹലാലായ ഭക്ഷണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഷാമിലേക്ക് പോയിക്കൊള്ളണം. ഫസിർതു ഇലാ ബിലാദി ശാം,
ഞാൻ ഷാമിലേക്ക് പോയി, അവിടെ മൻസൂറയിലേക്ക് പോയി, അവിടെയുള്ള മസീഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഫഅമിൽതു ബിഹാ അയ്യാമൻ, അവിടെയും ഞാൻ ഒരുപാട് ദിവസം ജോലി ചെയ്തു. പക്ഷേ എനിക്കൊരിക്കൽ പോലും കണ്ടെത്താൻ പറ്റിയില്ല ഹലാലായ ഭക്ഷണം. എനിക്കൊരിക്കൽ പോലും കഴിക്കാൻ പറ്റിയില്ല. നവലോകക്രമത്തിൽ ജീവിക്കുന്ന മുഅ്മിനെ നമ്മളൊക്കെ ചിന്തിക്കണം. ഹലാലായ ഭക്ഷണം, ഹലാലായ വസ്ത്രം, ഹലാലായ ഉടവാടകൾ ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഹലാലായ മാർഗത്തിലാണോ അനുഭവിക്കുന്നത്? ഹലാലായ ഭക്ഷണമാണോ? ഹലാലായ വസ്ത്രമാണോ? ഹലാലായ വെള്ളമാണോ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊരു ചിന്ത നമ്മൾ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കണം. നമ്മൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ അന്വർത്ഥമാക്കും വിധം മഹാന്മാര് പറഞ്ഞതുപോലെ മശ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാം, മൽബസഹു ഹറാം, എന്റെ വസ്ത്രം ഹറാമിനാൽ ഉണ്ടായതാണ്. ഹറാമാണ് ഭക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ മുന്നിൽ നമുക്കൊരു മാതൃകയായി മഹാനായ ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തർസൂസിൽ പോയി എന്ന് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുകയാണ്. അവിടെയും ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ഹലാലായ ഭക്ഷണം കിട്ടാൻ വേണ്ടി പെടാപ്പാട് വിട്ടു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. യാത്രകളായിരുന്നു അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ യാത്രകളായിരുന്നു, റിഹ്ലാത്തുകളായിരുന്നു, സഞ്ചാരങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ അത്യുദാത്തമായ പ്രഭ തേടിക്കൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് യാത്ര ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. വല്ല ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു യന്തഖിലു മിൻ മകാനിൻ ഇലാ മകാനിൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, സാഹിദൻ വആബിദൻ ഫീ ഹയാതിഹി, ജീവിതത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സാഹിദായിക്കൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുവിങ്കലേക്ക് അദ്ദേഹം ഓരോ ദിവസവും റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ബസ്രയിലും ഷാമിലുമൊക്കെയായി അദ്ദേഹം യാത്ര നടത്തി. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ, തഖ്വയിൽ വളരെ വളരെ മശ്ഹൂറായി, വളരെ അറിയപ്പെട്ട വ്യക്തിത്വമായി അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അറിവ് നേടുക എന്ന് പറയുന്നത്. അറിവ് നേടുക എന്ന് പറയുന്നത്, അറിവിന് വേണ്ടി അദ്ദേഹം സകല കാര്യങ്ങളും മാറ്റിവെച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഖാല ശഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ശഖീഖ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു ലി ഇബ്രാഹിമിന് അദ്ഹം തറക്ത ഖുറാസാൻ, നിങ്ങൾ ഖുറാസാൻ വിട്ടോ? ഖുറാസാൻ വിട്ട് നിങ്ങൾ പോയോ എന്ന് ചോദിക്കേണ്ട താമസം മറുപടി പറഞ്ഞു മഹാനവർകൾ, ഞാൻ ഖുറാസാൻ വിടാൻ കാരണം എനിക്കെന്റെ റബ്ബുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കേണ്ടതായുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഖുറാസാൻ വിട്ടത് എന്ന് മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി നൽകി. മഹാനായ ഖൽഫ് ഇബ്നു തമീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എത്ര കൊല്ലമായി ഷാം വിട്ടിട്ട് എന്നൊരു ചോദ്യം. എത്ര കൊല്ലമായി? അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, മുൻദു 24 സന, ഞാൻ 24 കൊല്ലം മുമ്പ് വിട്ടു. മാ ജിഅതു ലിരിബാത്തിൻ വലാ ജിഹാദിൻ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരിക്കൽ പോലും യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല. ഞാൻ ഒരിക്കൽ പോലും ഇവിടെ വന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്താനല്ല. ജിഅ്തു ലിഅശ്ബഅ മിൻ ഖുബ്സിൽ ഹലാലി, ഹലാലായ ഒരു റൊട്ടി കഷ്ണമെങ്കിലും എന്റെ വയറ്റിനകത്തോട്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് അൽ ഫസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സദാസമയവും സുക്കൂത്തിലായിരുന്നു, മൗനിയായിരുന്നു മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു. കാന ഇബ്രാഹിമിന് അദ്ഹം യുതീലു സുക്കൂത്ത്, മുഴു സമയവും സുക്കൂത്തിലായിരുന്നു. ഓരോ സമയവും അള്ളാഹുവിനെ ആലോചിച്ചും ചിന്തിച്ചും കൊണ്ട് സുക്കൂത്തിലായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്,
സംസാരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, പലതരത്തിലുള്ള സംസാരങ്ങളുണ്ട് അല്ലേ? സംസാരം ഒരുപക്ഷെ ഉപകാരമുള്ള സംസാരമായേക്കാം, അതിന്റെ പര്യവസാനം വളരെ മോശമായേക്കാം. ഉപകാരമില്ലാത്ത സംസാരം ഉണ്ടായേക്കാം, അതിന്റെ അവസാനം വളരെ മോശമല്ലാത്ത രീതിയിലുണ്ടായേക്കാം. അതുകൊണ്ട് എനിക്കേറ്റവും ഉത്തമം മിണ്ടാതിരിക്കലാണ് എന്ന് മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ജോലിയെടുത്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരായ ആളുകൾക്ക് ചെലവഴിച്ചു. അദ്ദേഹത്തിന് ദുന്യാവ് നിസ്സാരമായിരുന്നു. തോപ്പുകളിൽ കാവലിരുന്നും തോട്ടങ്ങളിൽ പോയി ഭൂവുടമകളെ സഹായിച്ചും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തും അവിടെ കാവലിരുന്നും അവിടെയുള്ള ഫലങ്ങള് പറിച്ച് സഹായിച്ചുമൊക്കെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിച്ചു എന്ന് മഹാന്മാർ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെക്കുന്നു. എന്തൊരു ജീവിതമാണ്! കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. കാന മുംബസിതൻ മഅ അസ്ഹാബിഹി. അദ്ദേഹത്തിന്റെ വിശേഷണം പറയുകയാണ്, വളരെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുമായിരുന്നു. മഹാനായ ബിശ്ർ ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മസീസയിലെ ഖാദിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, കുൻതു റഅയ്തു ഇബ്രാഹിം ഇബ്നു അദ്ഹം കഅന്നഹു ലൈസ ഫീഹി റൂഹുൻ. ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കണ്ടു കഴിഞ്ഞാൽ ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത ശരീരം പോലെയായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ ആത്മാവില്ലാത്തതുപോലെയായിരുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ എന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഒരു കാറ്റെങ്ങാനും അടിക്കുകയാണെങ്കിൽ, ഒരു കാറ്റെങ്ങാനും വീശുകയാണെങ്കിൽ അദ്ദേഹം അതിൽ വീഴുന്നതുവരെയായിരുന്നു അദ്ദേഹത്തിന്റെ ശാരീരിക ഘടന എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിച്ചിരുന്നു. സ്വന്തം കൈകൊണ്ട് ജോലിയെടുക്കും, സ്വന്തം കൈകൊണ്ട് മലഞ്ചെരുവിൽ പോയി, കാടുകളിൽ പോയി. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മരം വെട്ടിക്കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്വന്തം അനുചരന്മാരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. ഒരിറ്റു ഭക്ഷണം പോലും മഹാനവറുകൾ അകത്തേക്ക് ആക്കിയിരുന്നില്ല, സ്വന്തം ഒപ്പമുണ്ടായിരുന്ന അനുചരന്മാർക്ക് കൊടുത്തിട്ടല്ലായത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനവറുകളെ കുറിച്ച് പറയപ്പെടുകയാണ്. വല്ല ഭക്ഷണം സദ്യയിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും പറയില്ലായിരുന്നു ഞാൻ നോമ്പുകാരനാണെന്ന് പറയില്ലായിരുന്നു. നമ്മളൊക്കെ ഒരു ഹജ്ജ് കഴിഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് പറയാനുണ്ടാവുക നമ്മൾ ചെയ്ത ഹജ്ജിനെയൊക്കെ ഫസാദാക്കി കളയുന്ന തരത്തിലുള്ള നമ്മുടെ അവതരണങ്ങളായിരിക്കും. പിന്നെ ഞാൻ വലിയ ഹാജിയാണ്, ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ എന്നെ ഹാജി എന്ന് വിളിച്ചു തുടങ്ങുന്ന തരത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും ഒക്കെ സ്വഭാവം മാറി. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ കാന ഇബ്രാഹിമിൻ അദ്ഹം ഇദാ ദുഇയ ഇലാ തആമിൻ വഹുവ സായിം, നോമ്പുകാരനായിട്ട് പോലും അവിടെ പോയിരുന്നു ഭക്ഷണം കഴിക്കും. വലം യഖുൽ ഇന്നി സായിമുൻ, ഒരിക്കൽ പോലും പറയുമായിരുന്നില്ല ഞാന് നോമ്പുകാരനാണെന്ന് പറയില്ലായിരുന്നു. നോമ്പുകാരനാണെന്ന് ഒരിക്കൽ പോലും പറയില്ലായിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ ദുന്യവിയായ ആഗ്രഹങ്ങളോട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ദുന്യവിയായ ആഗ്രഹങ്ങൾ, ഒരൊറ്റ ചോദ്യം ആ ഒരു അശരീരിയോടുകൂടി മാറി. അതുവരെ ജീവിതത്തില് ആഡംബരത്തിന്റെ പരമകാട്ടയിലായിരുന്നു മഹാനവറുകൾ ജീവിച്ചത്. ഇത്രയേറെ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഉണ്ടായിട്ട് ഒരൊറ്റ അശരീരി പിന്നിൽ നിന്ന് അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ എന്നൊരു ചോദ്യം. അലിഹാദാ ഖുലിഖത യാ ഇബ്രാഹിം,
ഇബ്രാഹിമേ, ഇതിനു വേണ്ടിയാണോ നിന്നെ പടക്കപ്പെട്ടിട്ടുള്ളത്? ഇതിനു വേണ്ടിയാണോ നിന്നോട് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം മാറുകയാ. ചോദ്യത്തോടുകൂടി ജീവിതത്തിന്റെ ഗതിവിഗതികൾ അങ്ങോട്ട് മാറുകയായിരുന്നു. കാന ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ലാഹ് അഅ്സബൻ, ബ്രഹ്മചാരിയായിരുന്നു. പെണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭൗതികമായ സുഖഭോഗ താല്പര്യങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മഹാന്മാരൊക്കെ അദ്ദേഹത്തിനോട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് രേഖപ്പെടുത്തി വെക്കുകയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവർകൾ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ലൗ അംകനനി അൻ ഉതല്ലിഖ നഫ്സി ലഫഅൽത്, ഞാൻ എന്റെ സ്വന്തം നഫ്സിനെ ത്വലാഖ് ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു വകാന സാഹിദൻ, അദ്ദേഹം സാഹിദായിരുന്നു. അത്രത്തോളം സുഹദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ജഅഹു ഇലൽ മിസീസതി മിൻ അർദി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മസീസയിലായ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഖുറാസാനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാപ്പയുടെ ഒരു ഖാദിമു വന്നു. യഹ്മിലു ഇലൈഹി 10,000 ദിർഹമിൻ. എന്താ കൊണ്ടുവന്ന് കൊടുത്തത്? 10,000 ദിർഹമിൻ, 10,000 വരുന്ന ദിർഹം. 10,000 വരുന്ന ദിർഹം സ്വന്തം ബാപ്പയുടെ നാട്ടിൽ നിന്ന് ബാപ്പയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു അടിമ, ഒരു വേലക്കാരൻ വന്നുകൊണ്ട് ഈ പൈസ കൊടുത്തു. വയുഖ്ബിറുഹു അന്ന അബാഹു ഖദ് മാത ഫീ ബൽഖ്, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ബാപ്പ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ബാപ്പ വഫാത്തായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാലൻ അദീമൻ, ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സകലമാന സ്വത്തുക്കളും നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയേണ്ട താമസം മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഫഅഅതഖൽ അബ്ദ്, ആ അടിമയെ മോചിപ്പിച്ചു. പാപ്പാന്റെ അടിമയെ മോചിപ്പിച്ചു. വന്ന് പറഞ്ഞു കൊടുത്ത ഈ അടിമയോട് പറഞ്ഞു, നീ ഇനി മോചിതനാണ്. എന്നിട്ട് ചെയ്തതോ വവഹബഹു അദ്ദറാഹിം, വാപ്പ കൊടുത്തയച്ച 10,000 ദിർഹം അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു. ഒരിക്കൽ പോലും ഒരു നയാ പൈസ ബാപ്പ കൊടുത്തയച്ച സ്വത്തിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെടുന്നു. വകാന റഹിമഹുല്ലാഹ് മുസ്തജാബു ദുആഇ, അല്ലാഹുവിന്റെ ദുആക്ക് ഏറെ ഉത്തരം കിട്ടപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം. മഹാനവറുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനടി മറുപടി അല്ലാഹു നൽകുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായി കാണാം. ഒരു ദിവസം അദ്ദേഹത്തിനോടൊപ്പമുള്ള സന്തത സഹചാരികളോടൊപ്പം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഫഹാജത്തി റിയാഹ്, ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. കപ്പലാടി ഇളകാൻ തുടങ്ങി. തിരമാലകൾ പർവ്വതം കണക്കെ ഉയരാൻ തുടങ്ങി. ഇത് കണ്ട് അവരൊക്കെ പേടിച്ചു, അവർ കരയാൻ തുടങ്ങി. ഫഖാല ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. അതോടുകൂടി സഫീനത്ത്, കപ്പൽ, വബദഅത്തി സഫീന തഹ്ദഉ, അങ്ങനെ ആ കപ്പൽ ശാന്തമാകാൻ തുടങ്ങി. കടലിൽ ശാന്തമാകാൻ തുടങ്ങി. അതുവരെ ക്ഷോഭിച്ചു നിന്നിരുന്ന കടൽ അത് ശാന്തമാകാൻ തുടങ്ങി എന്ന് ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും മഹാനവറുകളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം നടത്തിയിരുന്ന ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ഖുൽനി, അല്ലാഹുവേ എന്നെ നീ നീക്കണേ പടച്ച തമ്പുരാനെ, മിൻ ദുല്ലി മഅസിയതിക ഇലാ ഇസ്സി തഅതിക, പാപം ചെയ്യുന്നതിൽ നിന്ന് നിനക്ക് വഴിപ്പെടുന്ന, പാപം ചെയ്യുക എന്ന് പറയുന്ന ആ ദുല്ലിൽ നിന്ന്, ആ മോശപ്പെട്ട കാര്യത്തിൽ നിന്ന്, ഇലാ ഇസ്സി തഅതിക, നിനക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന ആ അത്യുന്നതമായ പ്രവർത്തനത്തിലേക്ക് പടച്ച തമ്പുരാനെ എന്നെ നിങ്ങൾ മാറ്റണേ എന്ന് മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതായി ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാനായ അൽ ഹസൻ ഇബ്നു അബ്ദുൽ ഫസാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമ അലൈനാ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഞങ്ങളിലേക്ക് വന്നു. كان إذا جاء نزل على أبي
അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്റെ വാപ്പാന്റെ അടുത്ത് വരുമായിരുന്നു സ്ഥിരമായി. ആ സമയത്ത് ഞാൻ കുട്ടിയാണ്. എന്റെ ബാപ്പാന്റെ അടുത്ത് എന്റെ വീട്ടിൽ എന്റെ വാപ്പാനെ കാണാൻ വേണ്ടി വരും. ആര്? ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം വന്നു. ഒരു ദിവസം ഫഖറഅൽ ബാബ്, വന്ന് വാതിലിൽ മുട്ടാൻ തുടങ്ങി. അപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ വാപ്പനോട് പറഞ്ഞു, ഉൻദുർ മൻ ഹാദാ, പോയി നോക്ക് ആരാണ് വന്നിട്ടുള്ളതെന്ന്. ഫഖറജതു, അങ്ങനെ ഞാൻ പുറത്ത് കടന്നു. ഞാൻ ചെന്നപ്പോ ഇങ്ങനെ ഒരു കുപ്പായമൊക്കെ പുതച്ച്, കമ്പിളിയൊക്കെ പുതച്ച് മൂടി ഒരു മനുഷ്യൻ. ഫഫസിഅതു മിൻഹു, ആളെ കണ്ടപ്പോൾ എനിക്ക് ബേജാറായി. ഞാൻ പെട്ടെന്ന് അകത്ത് ചെന്നു. എന്നിട്ട് ഞാൻ വാപ്പാനോട് പറഞ്ഞു, റജുലുൻ മാ അഅരിഫു, മനുഷ്യൻ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ ഞാൻ അറിയാത്ത ഒരാളാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് കേൾക്കേണ്ട താമസം ഫഖറജ ഇലൈഹി അബി, എന്റെ വാപ്പ പുറത്ത് കടന്നു. ഫലമ്മാ റആഹു ഇഅ്തനഖഹു, അദ്ദേഹത്തിനെ കണ്ടുമുട്ടേണ്ട താമസം അദ്ദേഹത്തെ പോയി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ എന്റെ ബാപ്പ അദ്ദേഹത്തെ പിടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്തി സൽക്കരിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ ആ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും മുന്നിൽ നിൽക്കുകയാണ്. എന്നെ കാണേണ്ട താമസം ബാപ്പ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്. അങ്ങനെയാണ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാറുള്ളത്, യാ അബാ ഇസ്ഹാഖ് ഇന്ന ബനി ഹാദാ ബലീദുൻ ഫി തഅല്ലും. എന്റെ മോനെ പഠിക്കാൻ വളരെ മോശമാണ് എന്റെ മകൻ പഠിക്കാൻ, മൂഢനാണ് എന്റെ മകൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫദ്ഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അയ്യുഹബ്ബിബ ഇലൈഹി അൽ ഇൽമ, മോന് പഠനത്തോട് നല്ല താല്പര്യം കാണാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വഅയ്യർസുഖഹു ഹലാല, ഹലാലായ സ്വത്ത് സമ്പാദ്യം അവന് സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഫഅഖഅദനി ഫീ ഹിജ്രിഹി, ചെറിയ കുഞ്ഞായ എന്നെ പിടിച്ച് മടിയിൽ അദ്ദേഹം ഇരുത്തി. വമസഹ ബിറഅസി, എന്റെ തലയിൽ അദ്ദേഹം തടവി. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹു കിതാബക്, അല്ലാഹുവേ ഈ കുഞ്ഞിന് നീ നിന്റെ കിതാബ് പഠിപ്പിക്കണേ തമ്പുരാനെ. വർസുഖുഹു റിസ്ഖൻ ഹലാല, അവന് നീ ഹലാലായ സമ്പാദ്യം നൽകണേ തമ്പുരാനെ. ഫഅല്ലമനി അല്ലാഹു തആല കിതാബ, മഹാനായ ഇമാം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി അല്ലാഹുവിന്റെ കലാം എനിക്ക് പഠിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാരണമാണ് എനിക്ക് അല്ലാഹുവിന്റെ കലാം പഠിക്കാനും ദീനിനെ കുറിച്ച് അറിയാനും സാധിച്ചത് എന്ന് മഹാനായ ഹസൻ ബിൻ അബ്ദുൽ ഫസാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. വളരെ ഔദാര്യവാനായിരുന്നു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു. സഖാ, ഔദാര്യവാനായിരുന്നു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു വയ്ക്കാതെ കൊടുക്കുന്നയാളായിരുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചൊക്കെ പറയപ്പെടുമ്പോ ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. കയ്യിൽ കിട്ടിയതൊക്കെ ദാനം ചെയ്യുമായിരുന്നു. ഷേഖുന് ഇപ്പോഴും അങ്ങനെയാണ്. കയ്യിൽ കിട്ടിയതൊക്കെ ദാനം ചെയ്യും, ആളുകൾക്ക് കൊടുക്കും. ഇങ്ങനെ വാങ്ങി കൈകളിലൂടെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. ഒരുപാട് സംഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു കാന കരീമൻ ജവാദൻ, നല്ല ധർമ്മിഷ്ഠനായിരുന്നു, ഔദാര്യവാനായിരുന്നു. എപ്പോഴും വാരിക്കോരി കൊടുത്തിരുന്നു. സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒന്നുപോലും തനിക്ക് മാറ്റിവെക്കാതെ എല്ലാം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ആളുകൾക്ക് കൊടുത്തു സഹായിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഫൽ അസലു വസ്സമനു ഗാലിബൻ മാ യകൂനാനി അലാ മാഇദതിഹി യത്അമു മയ്യതിഹി. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകളെ സൽക്കരിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടുതലും ഉണ്ടായിരുന്നത് തേനും നെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം എടുത്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു, സ്വന്തം നഫ്സിലേക്ക് നോക്കിക്കൊണ്ട് വേവലാതി കൊണ്ടുകൊണ്ട് പറയാൻ പറ്റണം മുഅ്മിനെ, ഇങ്ങനെയൊക്കെ എത്ര ചെയ്തിട്ട് പോലും ഞാൻ ചെയ്യുന്നതിൽ വളരെ കുറവാണല്ലോ, ഞാൻ ചെയ്ത ദാനധർമ്മം അത് വളരെ കുറവാണല്ലോ, എന്റെ ഭാഗത്ത് പാളിച്ചകളുണ്ടല്ലോ എന്നൊക്കെ പറയാന് വേവലാതിപ്പെടാന് നമുക്കൊക്കെ പറ്റണം. മഹാനായ മർവാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇബ്രാഹിം സഖിയൻ ജിദ്ദൻ, വളരെ നല്ല ഔദാര്യവാനായിരുന്നു അദ്ദേഹം. റുബ്ബമാ ജലസ ഇബ്രാഹിമിൻ അദ്ദേഹം മിൻ അവ്വലിൽ ലൈലി,
അവ്വലിൽ ലൈലി ഇലാ ആഖിരിഹി. അദ്ദേഹം ഓരോ സമയവും രാത്രിയും പകലുമൊക്കെ ഇരുന്നു കൊണ്ട് ആളുകളെ സൽക്കരിക്കുമ്പോൾ കയ്യിലുള്ളതൊക്കെ തീരുന്നതുവരെ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. മഹാനായ സഹൽ ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹീബത്തു ഇബ്രാഹിം അദ്ഹം ഫീ സഫരിൻ, ഞങ്ങളൊരു യാത്രയിൽ എനിക്ക് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കൂടാൻ ഒരു അവസരം ഉണ്ടായി. ഫഅൻഫഖ അലയ്യ നഫഖതഹു കുല്ലുഹാ, അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും എനിക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. സുമ്മ മരിൽതു, അങ്ങനെ ഞാൻ രോഗിയായി. ഫസ്തഹൈതു ശഹവതൻ ശൈഅൻ, എന്തോ ഒരു സാധനം എനിക്ക് തിന്നണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ എന്റെ ആഗ്രഹം ഞാൻ ഇദ്ദേഹത്തെ അറിയിച്ചു. ഫഅഖദ ഹിമാറഹു, കയ്യിലുണ്ടായിരുന്ന കഴുതയെ അദ്ദേഹം എടുത്തു. വബാഅഹു, അതിനെ കൊണ്ടുപോയി വിറ്റു. വഷ്തറാ ശഹവതി, ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, കൊതിച്ചത്, സ്വന്തം വാഹനം മറ്റുള്ള ആൾക്ക് വേണ്ടി വിറ്റ് അതിൽ നിന്ന് കാശ് സമ്പാദിച്ച് എനിക്ക് വേണ്ട സാധനം കൊണ്ടുവന്നു. ഫഖുൽതു യാ ഇബ്രാഹിം ഫഅൈനൽ ഹിമാർ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ചോദിച്ചു, എവിടെ പോയി കഴുത? കഴുതയെ കൊണ്ടുപോയല്ലോ, നിങ്ങൾ കൊണ്ടുപോയല്ലോ. അപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അഖീ ബിഅനാഹു, നമ്മളതിനെ വിറ്റിക്കണ്, അതിനെ ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, സഹൽ ഇബ്നു ഇബ്രാഹിം ചോദിച്ചു, യാ അഖീ ഫഅല അയ്യി ഷൈഇൻ നർകബ്, പിന്നെ നമ്മൾ ആകെ യാത്ര ചെയ്തിരുന്ന ഈ കഴുതയെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ മുകളിലാണ് നമ്മൾ കയറി യാത്ര ചെയ്യുക? അപ്പോൾ പറഞ്ഞു മറുപടി, യാ അഖീ, എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരാ, അലാ ഉനുഖി, നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് എന്റെ പിരടിയിലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഫഹമലഹു അലാ ഉനുഖിഹി സലാസ മനാസിൽ, അങ്ങനെ എന്നെ അദ്ദേഹത്തിന്റെ പിരടിയിൽ ചുമന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ചു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അത്ഭുതകരമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, ഒരു മനുഷ്യന് വരുന്ന മാറ്റം, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന നൂറാനിയത്ത് കൊണ്ട് അനുഗ്രഹവർഷമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പേമാരി. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ മാറുക. വലിയ ഭയഭക്തിയുള്ളയാളായിരുന്നു, വലിയ വറയുള്ളയാളായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ദഖല ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വറആഹു ബഅദു അസ്ഹാബിഹി വഹുവ ബിമസ്ജിദി ബൈറൂത്ത് വഹുവ യബ്കി വയദ്രിബു ബിയദൈഹി അലാ റഅസിഹി. പലപ്പോഴും ബൈറൂത്തിലെ മസ്ജിദിൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയിരുന്നു. വഹുവ യബ്കി, കരയുന്നതായി കാണാൻ പറ്റിയിരുന്നു. വയദ്രിബു ബിയദൈഹി അലാ റഅസിഹി, കൈകൊണ്ട് തലയിൽ ഇങ്ങനെ ശക്തമായിട്ട് അടിക്കുന്നതായി കാണാൻ പറ്റിയിരുന്നു. ഫഖാല മാ യുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ഫഖാല, ഞാൻ ഓർത്തുപോയി, ദക്കർതു യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഹൃദയങ്ങളും ചിന്തകളും ഒക്കെ മാറ്റിമറിയപ്പെടുന്ന ഒരു ദിവസം, ഖിയാമത്തിന്റെ ദിവസം വരുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ വേവലാതിപ്പെട്ടുകൊണ്ട് ഞാൻ ഓർത്ത് കരയുകയാണ് എന്ന് മഹാന്മാരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് റിവായത്ത് ചെയ്യുകയാണ്. വകാന റഹിമഹുല്ലാഹ് യസ്തഗ്ലു ഫീ ബസാത്തി, തോട്ടങ്ങളിൽ ജോലിയെടുക്കുമായിരുന്നു. പക്ഷേ തോട്ടങ്ങളിൽ ജോലിയെടുത്താൽ പോലും വലാ യദൂഖു മിനൽ ഫവാക്കിഹി വസ്സിമാരി ശൈആ, അവിടെ ഉണ്ടായിരുന്ന ആ തോട്ടത്തിൽ നിന്ന് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നും ഫലത്തിൽ നിന്നും ഒരിക്കൽ പോലും അദ്ദേഹം രുചിച്ചു നോക്കുക പോലും ചെയ്തില്ല എന്ന് ചരിത്രങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുകയാണ്. എന്തൊരത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളൊക്കെ പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സുഹൃദ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വളരെ പ്രപഞ്ചത്യാഗം, അതായിരുന്നു അദ്ദേഹം സത്യത്തിൽ.
നടത്തിയിരുന്നത്. റാളിയൻ ബിഹാലത്തി സുഹുദിൽ ഖാസിയ, വളരെ വളരെ ശക്തമായ ബുദ്ധിമുട്ടുള്ള ത്യാഗം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അതിനെ തൊട്ട് അദ്ദേഹം വളരെ തൃപ്തിപ്പെട്ടിരുന്നു. അദ്ദേഹം നിസ്കാരവും നോമ്പുമൊക്കെ അധികരിപ്പിച്ചിരുന്നു. പാവപ്പെട്ട ആളുകളോട് വളരെ മാർദ്ദവമായി അദ്ദേഹം പെരുമാറിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മേൽ തൃപ്തിപ്പെട്ട അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം പാവപ്പെട്ട ആളുകളെ സഹായിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, സുഹുദ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. അസ്സുഹുദു സലാസത്തു അസ്നാഫിൻ, 3 തരത്തിലാണ്. സുഹുദു ഫർദിൻ, ഫർദായ സുഹുദ്, വസുഹുദു ഫളിൻ, ഫളിന്റെ സുഹുദ്, വസുഹുദു സലാമത്തിൻ, സലാമത്തിന്റെ സുഹുദ്. ഫർദായ സുഹുദ് എന്ന് പറഞ്ഞാൽ അസ്സുഹുദു ഫിൽ ഹറാം, ഹറാമായ കാര്യങ്ങളിലുള്ള ത്യാഗം. ഹറാം ഒരിക്കൽ പോലും ചെയ്യാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക, ആലോചിക്കാതിരിക്കുക, ജീവിതത്തിന്റെ ഇട്ടാവട്ടത്ത് പോലും ഹറാം വരാതിരിക്കുക. വൽ ഫളിൽ, ഫളിലുള്ള സുഹുദ് എന്ന് പറഞ്ഞാൽ ഹലാലിൽ സുഹുദ് നടത്തുക. വസ്സലാമത്തി, സലാമത്തിലുള്ള സുഹുദ് എന്ന് പറഞ്ഞാൽ ശുബ്ഹാത്തുകളിലുള്ള സുഹുദ്. ഇങ്ങനെ 3 തരത്തിലുള്ള സുഹുദാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ അബാ ഇസ്ഹാഖ്, നിങ്ങൾ സ്വീകരിക്കണം, എന്റെ കയ്യിലുള്ള ഈ ജുബ്ബ നിങ്ങളുടെ വസ്ത്രമായി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ എന്താണ് വേണ്ടത്? ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ജുബ്ബ നിങ്ങൾ സ്വീകരിക്കണം. ഉഹിബ്ബു അൻ തഖ്ബല മിന്നി ഹാദിഹിൽ ജുബ്ബ, ഞാൻ കൊണ്ടുവന്ന ഈ ജുബ്ബ നിങ്ങൾ വസ്ത്രമായി സ്വീകരിക്കണം. ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവമൊക്കെ നമ്മൾ പറയുമ്പോൾ കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് ആലോചിക്കണം, അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് ആലോചിക്കണം, കോഴിക്കുട്ടി ഉസ്താദിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇൻ കുന്ത ഗനിയൻ, നീ ധനികനാണെങ്കിൽ ഖബിൽതുഹാ മിൻക, ആ സാധനം ഞാൻ നിന്റെ അടുത്ത് വാങ്ങാം. വഇൻ കുന്ത ഫഖീറൻ, നീ ഫഖീറാണെങ്കിൽ ലം അഖ്ബൽഹ, നിന്റെ അടുത്തുനിന്ന് ഞാൻ അത് വാങ്ങൂല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഫഇന്നി ഗനിയൻ, ഞാൻ ധനികനാണ്. അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, കം ഇൻദക, നിങ്ങളുടെ അടുത്ത് എത്രയുണ്ട്, നിങ്ങളടുത്ത് എത്ര പൈസയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഫാനി, 2000 രൂപ എന്റെ കയ്യിലുണ്ട്. വീണ്ടും ഒരു ചോദ്യം, ഫയസുറുക അൻ തകൂന 4000, അത് 4000 ആകുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. അത് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു, നഅം, കുറച്ചേറെ പൈസ കിട്ടിയ തിരക്കിടില്ല എന്നൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത ഫഖീർ, നീ ഫഖീറാണ്, ആഖിറത്തിന്റെ വിഷയത്തിൽ നീ ഫഖീറാണ്. അതുകൊണ്ട് ലാ അഖ്ബലുഹ, ഞാൻ അതിനെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകള് അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതായിരുന്നു, ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, നമ്മളെ ആലോചിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വിനയം. വകാന ഇബ്രാഹിം അദ്ഹം ശദീദ തമാളുഇ, വളരെ വിനയം കാണിച്ചിരുന്നു. ലാ യുഹിബ്ബുൽ കിബ്റ, ഒരിക്കൽ പോലും കിബ്ർ, അഹങ്കാരം, അതും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇയ്യാകും വൽ കിബ്റ വൽ ഇജാബ ബിൽ അഅമാലി എന്ന് മഹാനവറുകൾ ഒരുപാട് സമയത്ത് പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ഇയ്യാകും വൽ കിബ്റ വൽ ഇജാബ്, അമലുകളിൽ കിബ്ർ വരുന്നതിന്, ഉജ്ബ് വരുന്നതിന്, ഉൾനാട്യം വരുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണേ. ഉൻദുറു ഇലാ മൻ ദൂനകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. എന്നിട്ടോ ഒരാൾ സ്വന്തം നഫ്സിനെ അല്ലാഹുവിന്റെ മാർഗത്തിലാക്കിയാൽ റഫഅഹു മൗലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തും.
ഒരാൾ താഴ്മ കാണിച്ചാൽ അഅസ്സഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉന്നതി നൽകും. വമൻ നത്ഖാഹു ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ വഖാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. വമൻ അതാഅഹു ആരെങ്കിലും അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ അൻജാഹു അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായി കാണുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷ ഗുണമായിരുന്നു ഈസാർ, മുൻഗണന എന്നത്. ഈസാർ, മറ്റുള്ള ആളുകൾക്ക് മുൻഗണന നൽകുക. സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, സ്വന്തം പരാധീനതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഒരു മൂലക്ക് മാറ്റിവെച്ച് ആരാന്റെ കാര്യങ്ങൾ അത് കൃത്യമായി നിറവേറ്റിക്കൊടുക്കാൻ വളരെ കഠിന പ്രയത്നം നടത്തിയിരുന്നു മഹാനവർകൾ. മഹാനായ ഇബ്നു ഖദീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകുന്തു ഇൻദഹു യൗമൻ ജാലിസൻ ഫിൽ ബൈത്ത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഫാക്കിഹത്ത്, ഒരു ഫലം, ഒരു പഴം അദ്ദേഹത്തിന് ഹദിയായി കൊണ്ടുവരപ്പെട്ടു. വനഹ്നു ജമാഅത്തുൻ ഫിൽ ബൈത്ത്. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കൂടിയിലുണ്ട്, ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പഴം അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, എന്നോട് വിളിച്ചു പറഞ്ഞു, ഇബ്നു ഖദീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഖദീദ് ദഅഹു, അതിനാണ്ട് ഒഴിവാക്കിക്കളാം, അനക്ക് കിട്ടുന്നു വിചാരിച്ച് കുത്തിയിരിക്കണ്ട. ലാ ആകുലു വലാ ലാ അന വലാ അൻത മിൻഹു ശൈഅ. ഞാനും നീയും ആ ഒരു പഴത്തിൽ നിന്ന് കഴിക്കുകയേ ഇല്ല. വയഅകുലുഹു അസ്ഹാബുന, നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ സഹചാരികളായ ആളുകൾ അത് ഭക്ഷിക്കും, നമ്മൾ ഭക്ഷിക്കുകയില്ല. ഫഅകലഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അനുചരന്മാരായ ആളുകൾ അതിനെ ഭക്ഷിച്ചു. ഒരു കഷ്ണം പോലും ഞാനും അദ്ദേഹവും ഭക്ഷിച്ചില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ദീർഘമായി അള്ളാഹുവിനെ കുറിച്ചുള്ള തഫക്കുർ അദ്ദേഹത്തിന് വലിയ പ്രത്യേകതയായിരുന്നു. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് സമയം മഹാനായ യൂസുഫ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇബ്രാഹിമിന് അദ്ദേഹം കസീറസ് സ്വലാ, ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചിരുന്നോ എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു. ഇല്ല, ലാ വലാകിന്നഹു സാഹിബ തഫക്കുരിൻ യജ്ലിസു ലൈലഹു യതഫക്കർ. അദ്ദേഹം സദാസമയവും ചിന്തിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സമയം ചെലവഴിക്കുമായിരുന്നു എന്ന് എനിക്ക് മറുപടി കിട്ടി. സദാസമയവും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ചിന്തിച്ച്, ഇനി നാളെ പാരത്രിക ലോകത്തേക്ക് പാതയം ഒരുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വേദനയോടുകൂടി അദ്ദേഹം ആലോചിക്കുമായിരുന്നു. ഇൽമിനോട് വലിയ താല്പര്യമായിരുന്നു. അറിവിന്റെ സദസ്സുകൾ എവിടെയുണ്ടായാലും അവിടെ പോയിരിക്കുമായിരുന്നു. ഒരുപാട് സദസ്സുകളിൽ അദ്ദേഹം പോയിരിക്കുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, ഖറജ്തു ഉരീദു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ പോയി. ഫലഖീതു സബഅത നഫരി, അങ്ങനെ ഞാൻ ഒരു 7 ടീമുകളെ കണ്ടു. ഫസല്ലംതു അലൈഹിം, അവരുടെ മേൽ സലാം ചൊല്ലി. വഖുൽതു അഫീദൂനി ഷൈഅൻ ലഅല്ലല്ലാഹു യൻഫഅനി, നിങ്ങൾ എനിക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരണം, എനിക്ക് ഉപകാരം കിട്ടുന്ന, അള്ളാഹു എനിക്കതുകൊണ്ട് ഉപകാരം ചെയ്തു തരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, ഫഖാലൂലി, അവർ പറഞ്ഞു, ഉൻദുർ കുല്ല ഖാതിഇൻ യഖ്തഉക അനില്ലാഹി മിൻ അംരി ദുനിയ വൽ ആഖിറ ഫഅഖ്തഉഹു. മഹാനവറുകൾ പറയുകയാണ്, എന്നോട് പറഞ്ഞു, ഉൻദുർ കുല്ല ഖാതിഇൻ യഖ്തഉക അനില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തെ തൊട്ട് നിന്നെ മുറിച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളെയും നീ മുറിച്ചു കളയണം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സീദൂനി റഹിമക്കുമുല്ലാഹ്,
ഇനിയും എനിക്ക് പറഞ്ഞു തരണം, ഇനിയും എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആ ആളുകൾ പറഞ്ഞു, ഉൻദുർ അല്ലാ തർജു അഹദൻ ഗൈറല്ലാഹി വലാ തഖാഫ്. അല്ലാഹുവിനെ അല്ലാതെ പേടിക്കാൻ പാടില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ നീ പ്രതീക്ഷിക്കാൻ പാടില്ല, അല്ലാഹുവിനെ മാത്രമാണ് നീ ആഗ്രഹിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. അത് പറഞ്ഞപ്പോ വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു, സീദൂനി റഹ്മക്കുമുല്ലാ, നിങ്ങൾ വീണ്ടും എനിക്ക് പറഞ്ഞു തരണം, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഈ ആളുകൾ പറഞ്ഞു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ നീ ഇഷ്ടപ്പെട്, അല്ലാഹു ദേഷ്യപ്പെടുന്ന ആളുകളെ നീ ദേഷ്യപ്പെട്, അപ്പോൾ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുകയും നിന്നോട് സ്നേഹം വെക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, വത്രസീദൂനി റഹ്മക്കുമുല്ലാ, നിങ്ങൾ വീണ്ടും എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് വീണ്ടും എനിക്ക് കേൾക്കാൻ കൊതിയാകുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, അലൈക ബിദ്ദുആഇ വത്തദർറുഇ വൽബുകാഇ ഫിൽ ഖൽവാത്ത്. ഒറ്റയ്ക്ക് കുത്തിരിക്കുമ്പോ അല്ലാഹുവും നീയും മാത്രമുണ്ടാകുമ്പോ, നീയും പടച്ചോനും മാത്രമുണ്ടാകുന്ന സമയം വരുമ്പോ, അലൈക ബിദ്ദുആഇ വത്തദർറുഇ വൽബുകാഇ ഫിൽ ഖൽവാത്ത്, ഒറ്റയ്ക്കിരിക്കുമ്പോ അല്ലാഹുവോട് ചോദിച്ച് കേണപേക്ഷിച്ച് കരയണേ. വത്തവാദുഇ വൽ ഖുദൂഇ ലഹു ഹൈസു കുന്ത്, ഇവിടെ ചെന്നാലും വിനയം കാണിക്കണം, താഴ്മ കാണിക്കണം, മുസ്ലിങ്ങളായ ആളുകൾക്ക് കരുണ ചെയ്യണം, അവരോട് നന്മയെ ഉപദേശിക്കണം. ഫഖുൽതു ലഹും സീദൂനി റഹിമക്കുമുല്ലാ, എനിക്ക് വീണ്ടും നിങ്ങൾ പറഞ്ഞു തരണേ. അപ്പോൾ ചോദിച്ചു, ഈ ആളുകൾക്കൊക്കെ അത്ഭുതമായി. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ, അതൊക്കെ നടത്തുന്നതും നിറവേറ്റുന്നതും കൊണ്ടാണല്ലോ വീണ്ടും 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 അദ്ദേഹം ചോദിക്കുന്നത്. ഈ ആളുകൾ കരുതി പടച്ചോനത് വല്ലാത്തൊരു പടപ്പ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു, അദ്ദേഹം നിങ്ങൾക്കിത് മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിങ്കലേക്ക് എത്താൻ, റബ്ബിന്റെ പാതയിൽ എനിക്ക് പാതയം ഒരുക്കാൻ ഇനിയും ഒരുപാട് കാതങ്ങൾ താണ്ടേണ്ടതായിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും മതിയായിട്ടില്ല എന്ന് ഈ ആളുകളോട് ഇദ്ദേഹം മറുപടി പറഞ്ഞത്രേ. വകാന ഇബ്രാഹിം റഹിമഹുല്ലാ ഇദാ സാഫറ മഅ അഹദി മിൻ അസ്ഹാബിഹി, ആരുടെ എപ്പെങ്കിലും പോയി കഴിഞ്ഞാൽ, യാത്ര ചെയ്തു കഴിഞ്ഞാൽ വളരെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിന്റെ മാർഗത്തില് അദ്ദേഹത്തിനുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ടെൻഷനായി വേവലാതി പറയുമായിരുന്നു എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. ചിലപ്പോ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ പറയുകയാണ്, രാത്രിയേറെ കാലം സംസാരിച്ചിരിക്കും. റുബ്ബമാ തസാമറ, സാമറ എന്ന് പറഞ്ഞാൽ മുസാമറത്ത് പറഞ്ഞാൽ രാത്രി സംസാരിച്ചിരിക്കുന്നതിന് നമ്മൾ പറയാം. രാത്രി സംസാരിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ ഹുവ വസുഫിയാൻ സൗരി ഫിൽ ലൈലത്തി ശാതിയതി ലസ്ബാഹ്, രാവേറെ ചെന്നിട്ട് പ്രഭാതം വരെ പറഞ്ഞിരിക്കുമായിരുന്നു. സംസാരം അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു, ചിന്തകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം വലിയ ഒരു സാഹിത്യകാരനായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം വളരെ ഫുസ്ഹയായ അറബി ഭാഷ സംസാരിക്കുമായിരുന്നു. യന്തിഖു ബിൽ അറബിയ്യത്തിൽ ഫുസ്ഹ, വളരെ മനോഹരമായ രീതിയിൽ അറബി സംസാരിക്കുകയായിരുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പോലും സംസാരിക്കുമ്പോ അവിടെ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോ വളരെ കുറച്ച് മാത്രമാണ്, മൂജസായ കലാമാണ് സംസാരിച്ചിരുന്നത്, വളരെ കുറച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഒരുപാട് കറാമത്തുകൾ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു വലിയ പുസ്തകമാണ്. നമുക്കൊക്കെ ചിന്തിക്കാനും മാതൃകയാക്കാനും ഉൾക്കൊള്ളാനും പറ്റിയ വലിയ ഒരു പുസ്തകം, നിറയെ ഗുണപാഠങ്ങളുള്ള, ജീവിതത്തിന് ഏറെ പ്രതീക്ഷകളും പ്രത്യാശകളും തരുന്ന വലിയൊരു പുസ്തകം, ഒരു മഹാവിസ്മയ ഗ്രന്ഥം. അതായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കറാമത്തുകളെ കുറിച്ച് പറയുകയാണ്. മഹാനായ ഈസ ഇബ്നു ഖാസിം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ബിമക്കത മഅ ഇബ്രാഹിം അദ്ഹം, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എന്നോടൊപ്പം ഞങ്ങൾ മക്കയിലായിരുന്നു. ഫനളറ ഇലാ ജബൽ അബി ഖുബൈസ്, അബി ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം നോക്കി, എന്നിട്ട് പറഞ്ഞു, വലൗ ലൗ അന്ന മുഅ്മിനൻ മുസ്തക്മിലൽ ഈമാനി
യഹുസ്സുൽ ജബല ലാ തഹറക്. ഞാന് സ്വന്തം വ്യക്തിയിലേക്ക് ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്. ഞാൻ മുഅ്മിനാണെങ്കിൽ, ഈമാൻ പൂർണ്ണനായ മനുഷ്യനാണെങ്കിൽ, ജബൽ അബി ഖുബൈസ് അത് കിടകിടാ വിറക്കും, ലതഹറക് അത് അനങ്ങാൻ തുടങ്ങും എന്ന് പറയേണ്ട താമസം ഫതഹറക അബൂ ഖുബൈസ്, അബൂ ഖുബൈസ് പർവ്വതം കിടകിടാ വിറക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണാൻ പറ്റും. ഫഖാല ഉസ്കുൻ, അടങ്ങിക്കോ എന്ന് പറഞ്ഞതോടുകൂടിയാണ് ജബൽ അബൂ ഖുബൈസ് പർവ്വതം അടങ്ങിയത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. അദ്ദേഹം ഓക്കുമരം, ആ ഭാഗങ്ങളിലൊക്കെ കാണുന്ന മരമാണ് ഓക്കുമരം. ഈ ഓക്കുമരത്തിൽ നിന്ന് നല്ല കരിമ്പഴുപ്പുള്ള ഈത്തപ്പഴം പറിച്ചു കൊടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായി കാണാം. അല്ലേ? അദ്ദേഹത്തിന്റെ മുന്നില് ഒരു സിംഹം വന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരുപാട് ആളുകളൊപ്പം ഇങ്ങനെ സഞ്ചരിക്കും. ഫതഖദ്ദമ ഇലൈഹി ഇബ്രാഹിം അദ്ഹം ഫഖാല ലഹു യാ ഖസ്വ. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സിംഹം വന്നു. ഇൻ കുന്ത ഉമിർത ഫീനാ ബിശൈഇൻ ഫംളി, എന്നോട് എന്തെങ്കിലും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. ലിമാ ഉമിർത ബിഹി വഇല്ല, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ തിരിച്ചു പോകണമെന്ന് കേൾക്കേണ്ട താമസം. ഫവല്ല സബ്അ ദാഹിബൻ യദ്രിബു ബിദംബിഹി. ഇതൊക്കെയാണ് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എത്ര അർത്ഥവത്താണ് ഈ ഹദീസൊക്കെ. അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾ അവര് പ്രകൃതിയിലുള്ള സർവചരാചര വസ്തുക്കളും സകലമാന വസ്തുക്കളും സചേതനാചേതന വസ്തുക്കളുമൊക്കെ പേടിക്കും, ഭയപ്പെടും. ഈ ഒരു മാർഗത്തിലായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കത്തുകൾ, അദ്ദേഹം തഖ്വ മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. രാജാക്കന്മാർക്ക് കത്തെഴുതുകയാണെങ്കിലും, മഹാനായ സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്കൊക്കെ കത്തെഴുതുകയാണെങ്കിൽ പോലും അദ്ദേഹം കത്തെഴുതിയിരുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെ പോയാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വത്ബിഇസ് സയ്യിഅത വത്ബിഇൽ ഹസനത, നീ നന്മയെ പിന്തുടരണമെന്ന് എപ്പോഴും എല്ലാവരോടും ഉപദേശിക്കുമായിരുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. കാന ഇബ്രാഹിമിന് അദ്ഹം യുശ്ബിഹു ഇബ്രാഹിം അൽ ഖലീൽ. സുബ്ഹാനല്ലാഹ്, മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വരെ സാദൃശ്യപ്പെടുത്തി. അത്തരത്തിൽ ഔന്നിത്യങ്ങൾ കരസ്ഥമാക്കിയ ആളായിരുന്നു സയ്യിദുന ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. മാത്രമല്ല സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തുടരുകയാണ്, വലൗ കാന ഫി സ്വഹാബത്തി ലകാന റജുലൻ ഫാദിലൻ. സഹാബത്തിന്റെ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, സഹാബികളിൽ കൂട്ടത്തിൽ എങ്ങാനും ഇബ്രാഹിമിന് അദ്ഹം ഉണ്ടായിരുന്നുവെങ്കിൽ ലകാന റജുലൻ ഫാദിലൻ, സഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാനായ അതുല്യനായ മനുഷ്യനായി അദ്ദേഹം മാറുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാണ് മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ദഹബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം വലിയ ഒരു നമുക്കൊരു മാതൃകയായിരുന്നു, മാർഗദീപമാണ്, ഇമാമാണ്, ആരിഫാണ്, സയ്യിദുൽ സുഹാദാണ്, സാഹിദീങ്ങളുടെ നേതാവാണ്. കാനത്ത് ലഹു ഹിമ്മത്തുൻ ആലിയത്തുൻ ഫീ ദാലിക, അദ്ദേഹത്തിന് വലിയ ഹിമ്മത്തുണ്ടായിരുന്നു, വലിയ തരത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ചിന്തയും മനോഭാവവും ഉണ്ടായിരുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്രാഹിമിന് അദ്ഹം അഹദു മശാഹിരിൽ ഇബാദി വ അകാബിൽ സുഹാദ്. ചരിത്രത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അതുല്യമായ ചരിത്രമായി, വളരെ വിസ്മയകരമായ ചരിത്രമായി ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികൾ,
സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. സത്യത്തിൽ സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു അടുത്ത് അങ്ങോട്ട് പോയി ഇൽമ തേടി അവസാനം സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഷഖീഖുൽ ബൽഖി അടക്കമുള്ള ആളുകൾ, ബഖിയ്യത്ത് ബിൻ വലീദ് അടക്കമുള്ള ആളുകൾ, ലംറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഹിമ്മിർ റളിയല്ലാഹു അൻഹു, ഖലഫ് ബിൻ തമീം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, ഇബ്രാഹിം ബിൻ ബഷാർ അൽ ഖുറാസാനി അടക്കമുള്ള ആളുകൾ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തിന് തൊട്ട് ഇമാം ഔസാഇ അടക്കം ഇസ്ഹാഖുൽ ഫസാരി അടക്കം ഉള്ള പണ്ഡിതന്മാർ വരെ അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ വളരെ തുറന്ന ഒരു പുസ്തകമായി നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ എങ്ങനെ സഞ്ചരിക്കണം, റബ്ബിന്റെ മാർഗത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ത്യാഗം ചെയ്യണം, ഏത് രീതിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റത്തിന്റെ ലോകത്തേക്ക് കടക്കുമ്പോ ഈമാനികമായ ആവേശം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് എന്ന ചിന്ത ഖൽബിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണോ ഉണ്ടാകുന്നത് അത് ഇബ്രാഹിമിൻ അദ്ദേഹം റളിയല്ലാഹു അൻഹു മാറിയതുപോലെ മാറാൻ പറ്റണം. ശരീരി കൊണ്ട് ഒരൊറ്റ കൽപ്പന കൊണ്ട് മാറാൻ പറ്റണം. ഒരു ആയത്ത് കേൾക്കുന്നതോടുകൂടി നമുക്ക് മാറാൻ പറ്റണം. ഒരു ചിന്ത മാറലോടുകൂടി നമ്മുടെ കാര്യങ്ങൾ മാറിമറിയണം. അള്ളാഹുവിന്റെ മാർഗത്തില് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ മാറണം, ഹരകാത്ത് സക്കനാത്തുകൾ മാറണം. ഓരോ കാര്യങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളും അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന മേഖലകളായി മാറണം. അപ്പോൾ നമ്മൾ സാഹിത്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയരും. ദുന്യാവിനോടുള്ള പൂർണ്ണമായ വിരക്തി, ദുന്യാവിനോടുള്ള താല്പര്യം അത് നമ്മൾ പാടെ ഒഴിവാക്കിയാൽ തീർച്ചയായും നമ്മൾ സാഹിത്യങ്ങളുടെ കൂട്ടത്തിലേക്ക് എണ്ണപ്പെടും. നമ്മുടെ മുന്നിൽ തന്നെ ജീവിച്ചിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, പേരെടുത്ത് പറയാൻ സമയമില്ല. അതുകൊണ്ട് മഹാന്മാരായ ഈ പണ്ഡിതന്മാര് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ഈ ആത്മീയത, മുറ്റി നിൽക്കുന്ന ഈ പാത, ഈ വഴിവട്ടം, ഈ വഴിവെളിച്ചം, ഈ വെളിച്ചമാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ വെളിച്ചം നടന്നു പോകുന്ന ഓരോ സഞ്ചാരപാതകളും നമ്മൾ താണ്ടിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ കണ്ടെത്താൻ, ഹൃദയത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ, അള്ളാഹു എന്ന ചിന്ത മാത്രം അകത്തളങ്ങളിൽ കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമയം വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة إنك سميع الدعاء يا رب العالمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم أحينا على الكتاب والسنة وأمتنا في ليلة الجمعة أو في نهارها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അഷ്കുറുക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും വമുതാബഅതിക്കും വഊസിക്കും ബിദ്ദുആ ഫീ കുല്ലി ലവാൻ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട മിസ്അബ് അൽ വാഫി ഉസ്താദ്
ചുങ്കത്തറ വഫിയ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാളും എടക്കര ഖാദിയും ഖത്തീബും